അപ്പോൾ മൊത്തത്തിൽ +2 സയൻസ് പഠിച്ച കുട്ടി ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം നമ്മുടെ കോഴ്സ് എടുത്ത് നന്നായി പഠിച്ചാൽ ഈ പരീക്ഷ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാല്ലേ? ഉറപ്പടരുത്, യാതൊരു സംശയം വേണ്ട. നമ്മൾ ആ രീതിയിലായിരിക്കും അവരെ ട്രെയിൻ ചെയ്യുന്നത്. ഏറ്റവും ബേസിക് കഴിഞ്ഞ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് MLTയിൽ. നമ്മൾ +2 സയൻസിൽ പഠിച്ചിട്ടുള്ള ബ്ലഡും അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഉറപ്പായിട്ട് വിശ്വസിച്ച് കുട്ടികളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ആദ്യം വേണ്ടുന്ന വിശ്വാസമാണ്. വിശ്വസിക്കുക, റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കുക. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, എല്ലാവർക്കും ടെല്ല PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ടെല്ല PSC ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ കോഴ്സാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് കോഴ്സ്. ഈ കോഴ്സ് ടെല്ല PSC ലീഡ് ചെയ്യുന്നത് ദിലീപ് സാറാണ്. മുൻപ് നടന്ന പല PSC പരീക്ഷകളിലും ഈ കോഴ്സ് ലീഡ് ചെയ്ത് അനുഭവമുള്ള ആളാണ് ദിലീപ് സാർ. അപ്പോൾ ഈ JLA പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ദിലീപ് സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ദിലീപ് സാറേ, അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു സാർ. സാറേ, JLA എക്സാം വരാൻ പോവുകയാണ്, നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഈ എക്സാമിനെ പറ്റി നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് നിരവധി സംശയങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഈ JLA കോഴ്സ് ഉദ്ദേശിക്കുന്നത്? ഈ ജോലിയുടെ ഒരു സ്വഭാവം എന്താണ്? JLA ജൂനിയർ ലാബ് അസിസ്റ്റന്റ് നമ്മുടെ കേരള PSC നടത്തുന്ന ഒരു എക്സാമാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് ഈ ഒരു എക്സാം വരുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ഇത് +2 സയൻസ്, +2 ബയോളജിക്കൽ സയൻസ് കഴിഞ്ഞ കുട്ടികൾക്കും അതുപോലെ തന്നെ VHSC MLT കഴിഞ്ഞ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമാണ്. ഏജ് ലിമിറ്റ് നമ്മുടെ നോർമൽ PSC പോലെ തന്നെ 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ സ്കെയിൽ ഓഫ് പേ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സാലറിയാണ്. ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേക്കാൾ കുറച്ചും കൂടി ഉയർന്ന സാലറിയാണ്. 28,000 മുതൽ 63,000 വരെ സാലറി ഉള്ള ഒരു ജോബാണ്. അത്യാവശ്യം നല്ലൊരു ഹൈ പ്രൊഫൈൽ ജോബ് തന്നെയാണിത്. ഇത്രയുമാണ് നമുക്ക് ബേസിക്കായിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സാറേ, ഈ JLA എന്ന് കേൾക്കുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷ നേടിക്കഴിഞ്ഞാൽ ഈ ജോലി എങ്ങനെയുള്ള ജോലിയാണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ജോലിയുടെ നേച്ചർ, ഈ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ ജോലിയുടെ നേച്ചർ എന്താണ്? ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് JLAയുടെ ആ ഒരു നേച്ചർ എന്താണെന്ന് ജോബിൻ്റെ. നമ്മൾ നോർമലി നമുക്കറിയാം +2 ലാബിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കെമിസ്ട്രി ഫിസിക്സ് ലാബിലൊക്കെ ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ലബോറട്ടറി അറേഞ്ച്മെൻറ്റുകൾ ചെയ്യുക, അതായത് ഇൻസ്ട്രുമെൻറ്റുകൾ കറക്റ്റ് പ്ലേസിൽ വെക്കുക, അപ്പാരറ്റസുകൾ, അതേപോലെ സൊല്യൂഷൻസുകൾ ഇതൊക്കെ കറക്റ്റ് പ്ലേസിൽ വെക്കുക. അതുപോലെ തന്നെ ലാബിൻ്റെ സേഫ്റ്റി, ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അസിസ്റ്റ് ചെയ്യുക, ലാബ് അസിസ്റ്റൻസ്, ഇതെല്ലാം തന്നെ പ്രധാനമായിട്ട് ഇവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ കൾച്ചർ മീഡിയ, മൈക്രോബയോളജി ലാബുകളിലൊക്കെ കൾച്ചർ മീഡിയ ഉണ്ട്, സ്റ്റെയിൻസ് ഉണ്ട്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് മാനേജ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ലാബിനകത്ത് ഏതൊക്കെ കെമിക്കൽസുകൾ തീർന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കെമിക്കൽസുകൾ ഡാമേജ് ആയിട്ടുണ്ട്, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സ്റ്റോക്ക് കീപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലാബ് അസിസ്റ്റൻ്റ് ആ ഒരു ജോലിയുടെ ഭാഗമായി വരുന്നത്. പിന്നീട് ഏതെങ്കിലും സമയത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആവശ്യപ്പെടുന്ന സമയത്ത് ഇതുകൊണ്ട് ബ്ലഡ് കളക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. പക്ഷേ അതൊക്കെ വളരെ റെയർ കേസുകൾ മാത്രമേ ഉള്ളൂ. ലാബ് അസിസ്റ്റൻറ്റ് മീൻ ലാബിൽ ഫാക്കൽറ്റീസിനെ ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ക്ലീനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മോസ്റ്റ്ലി അതിൻ്റെ നേച്ചറായിട്ട് വരുന്നത്. അത്ര വലിയ പ്രയാസമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതാണ് ജനറലായിട്ട് വരുന്ന നേച്ചർ. യെസ്, മൊത്തത്തിൽ നല്ലൊരു ജോലിയാണ് JLA എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും. ഇതിന് സാറേ, നമ്മൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഇതിൻ്റെ സിലബസിൽ ഏതൊക്കെ ഏരിയ കവർ ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇതിൻ്റെ സിലബസിനെ പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം പറയാമോ? ഓക്കെ, നമുക്കറിയാം 100 മാർക്കിനാണ് എക്സാം ഉള്ളത്. ഇതിൽ 50 മാർക്ക് MLT ആണ്. ബാക്കി 50 മാർക്ക് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ബയോളജിയിൽ തന്നെ സുവോളജി, ബോട്ടണി വരുന്നുണ്ട്. ഫിസിക്സ് 15 മാർക്ക്, കെമിസ്ട്രി 15 മാർക്ക്, ബയോളജിയിൽ സുവോളജി 10 മാർക്ക്, ബോട്ടണി 10 മാർക്ക്. ഇങ്ങനെ 50 മാർക്കാണ് ആ ഒരു പാർട്ടിൽ വരുന്നത്. ബാക്കി 50 മാർക്ക് MLT ആണ്. MLT ആണെങ്കിൽ ബേസിക് MLT ടോപ്പിക്കാണ്. അത്ര വലിയ കടുകട്ടി ടോപ്പിക്കുകളൊന്നും തന്നെ ഇല്ല. ഈ പലപ്പോഴും ഈ +2 സയൻസ് കഴിഞ്ഞ കുട്ടികൾ ചോദിച്ച് കേട്ടിട്ടുണ്ട്, MLT ആണല്ലോ, എങ്ങനെ പഠിക്കുമെന്നൊക്കെയത്. പക്ഷെ അവരോട് പറയാനുള്ളത് ഏറ്റവും ബേസിക് കഴിഞ്ഞ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് MLTയിൽ. നമ്മൾ +2 സയൻസിൽ പഠിച്ചിട്ടുള്ള ബ്ലഡും അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും, പിന്നീട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ലാബ് സേഫ്റ്റിയും, പിന്നെ കുറച്ച് മൈക്രോബയോളജി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നോർമലി വരുന്നത്. നമ്മുടെ MLTയിൽ തന്നെ 4 മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ബേസിക് നോളജ് ഇൻ ലബോറട്ടറി ടെക്നിക്സ്, സിമ്പിൾ ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് ബ്ലഡ് ആൻഡ് പ്ലിബട്ടോമി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. പിന്നീട് ക്ലിനിക്കൽ പതോളജി, ദെൻ മൈക്രോബയോളജി. എല്ലാം ഒരു സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും പലപ്പോഴും വരിക.
അപ്പോൾ മൊത്തത്തിൽ +2 സയൻസ് പഠിച്ച കുട്ടി ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം നമ്മുടെ കോഴ്സ് എടുത്ത് നന്നായി പഠിച്ചാൽ ഈ പരീക്ഷ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാല്ലേ? ഉറപ്പടരുത്, യാതൊരു സംശയം വേണ്ട. നമ്മൾ ആ രീതിയിലായിരിക്കും അവരെ ട്രെയിൻ ചെയ്യുന്നത്. ആ രീതിയിലുള്ള എല്ലാ സ്ട്രാറ്റജിയും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായി നമ്മുടെ ഫാക്കൽറ്റിയും അത്രമാത്രം എഫിഷ്യൻ്റായ ഫാക്കൽറ്റീസാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് വിശ്വസിച്ച് കുട്ടികളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ആദ്യം വേണ്ടുന്ന വിശ്വാസമാണ്. വിശ്വസിക്കുക, റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കുക. അപ്പോൾ സാറേ, ഈ സെയിം പോസ്റ്റിലേക്ക് ഇതിനു മുമ്പും PSC പലതവണ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ എത്രത്തോളം നിയമനങ്ങൾ പോയിട്ടുണ്ട്, അതിനെപ്പറ്റി സാറിൻ്റെ ഐഡിയ എന്താണ്? 2023 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത്. ആ സമയത്ത് 27 വേക്കൻസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2026 അതായത് ഈ ജനുവരി മാസത്തിൽ ഏകദേശം 96 അഡ്വൈസുകളാണ് പോയത്. 27 ആയിരുന്നു ആദ്യമുണ്ടായിരുന്നത്, ഇപ്പോൾ പോയത് എത്രയാണ്? 96 ഇത് 2026 ഡിസംബർ വരെ ഉണ്ട് ഇതിൻ്റെ കാലാവധി. അപ്പോൾ ഉറപ്പായിട്ടും ഒരു 100-120 മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കൊടുത്ത നോട്ടിഫിക്കേഷൻ ആസ് ആൻസിപ്പേറ്റഡ് വേക്കൻസി എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം നന്നായിട്ട് വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കഷ്ടപ്പെടുന്നോ പഠിക്കുന്നോ ഒരിക്കലും വെറുതെ ആകില്ല, അത് 100% ഉറപ്പാണ്. സാർ, ഇപ്പോൾ നമ്മൾ ടെല്ല PSC ഈ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. സാറാണ് ആ കോഴ്സ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി ആരൊക്കെയാണ്? സാർ എങ്ങനെയാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഓക്കെ, ഇതൊരു ഗോൾഡ് ബാച്ചാണ്. ഇതിൻ്റെ മെൻറ്റർഷിപ്പ് ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ടീം ഏറ്റവും നല്ല എഫിഷ്യൻ്റായ ടീച്ചേഴ്സാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതിൽ MLT ഞാൻ എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ MLT ക്ലാസ്സുകൾ എടുക്കുന്നത് മഞ്ജു മിസ്സാണ്. ഫിസിക്സ് എടുക്കുന്നത് വിധു സാറാണ്. നമ്മുടെ കേരള PSCയിൽ എല്ലാ മേഖലകൾ ഫിസിക്സിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അധ്യാപകനാണ് വിധു സാറ്. കെമിസ്ട്രി എടുക്കുന്നത് അതുപോലെ തന്നെ പ്രഗത്ഭനായ നമ്മുടെ വിനായകൻ സാറാണ്. അതിനോടൊപ്പം തന്നെ ജെറിൻ സാറും ഉണ്ട്. പിന്നെ ബയോളജി MLTയോടൊപ്പം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു എഫിഷ്യൻ്റായ ഒരു ടീമാണ് നമുക്കുള്ളത്. പിന്നീട് നമുക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ റെക്കോർഡ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ വീക്കിലി ടോയ്സ് നമ്മൾ ലൈവ് സെക്ഷൻ കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ MCQ ആയിരിക്കും മോസ്റ്റ്ലി ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു മെൻറ്റർഷിപ്പ് ബാച്ച് ആയതുകൊണ്ട് തന്നെ 24/7 എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ടാവും. അത് പിന്നീട് നമ്മൾ ഏകദേശം ഒരു 10ഓളം മോഡൽ എക്സാംസുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലബസ് പൂർണ്ണമായിട്ട് ക്ലാസ്സുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് സിലബസ് ബേസ്ഡ് ആയിരിക്കും അത്. ഓക്കെ, കൃത്യമായ മോണിറ്ററിങ് ഉണ്ടാകും, റിവിഷൻ എക്സാംസുകൾ ഉണ്ടാകും, പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഓൾറെഡി നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും നല്ലൊരു കോഴ്സ് ആയിരിക്കും കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം മൊത്തത്തിൽ ടെല്ല PSC ലോഞ്ച് ചെയ്യാൻ പോകുന്ന JLA കോഴ്സ് ഒരു കിടിലൻ കോഴ്സാണ്. നല്ല സൂപ്പർ ടീച്ചേഴ്സാണ്. അതുപോലെ തന്നെ നന്നായി ഡിസൈൻ ചെയ്ത കോഴ്സ് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ശരിക്കും മോഡൽ എക്സാമുകൾ, ലൈവ് സെഷൻസ്, 24/7 ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ സപ്പോർട്ടും ടെല്ല PSC തരുന്നതായിരിക്കും. നമ്മുടെ കോഴ്സ് ഫെബ്രുവരി 4 നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മുടെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തോളൂ. ദിലീപ് സാറ് നിങ്ങളെ ജോലിയിൽ എത്തിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു ഓൾ.